ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരട്ടെ. ഇന്ന് കേൾക്കുന്ന ഈ വചനശുശ്രൂഷ മുഖാന്തരം നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. രൂത്തിനെ കുറിച്ചാണ് നാം ചിന്തിച്ചു വന്നത്. ശാപം മാറിയ രൂത്ത്, അനുഗ്രഹിക്കപ്പെട്ടവളായി തീർന്ന രൂത്ത്, ഒരിക്കൽ ശാപഗ്രസ്തയെന്ന് മുദ്ര കുത്തിയിരുന്ന രൂത്തിത അനുഗ്രഹിക്കപ്പെട്ടവളെന്നുള്ള ദൈവീക മുദ്ര പ്രാപിച്ചു അവൾ. ഹല്ലേലൂയ. അതേ പ്രിയരെ, നമ്മുടെ കഴിഞ്ഞകാല ജീവിതം ശപിക്കപ്പെട്ടതായിരിക്കാം. പക്ഷേ നിങ്ങൾ ജീവിതകാലം മുഴുവൻ ശാപം പേറി കഴിയേണ്ട. നിങ്ങൾക്ക് ശാപമോചനം തരാൻ യേശു ജീവിക്കുന്നു. ശാപം മാറ്റിത്തരുന്നൊരു യേശുവുണ്ട്. ശാപങ്ങളെ അനുഗ്രഹമാക്കി തീർക്കുന്ന ഒരു ജീവുള്ള ദൈവമുണ്ട്. കർത്താവിന് സ്തോത്രം. അനേകം ശാപങ്ങളാൽ ബന്ധിക്കപ്പെട്ടവളായി കിടന്ന രൂത്തിനെ അനുഗ്രഹപാത്രമാക്കി തീർത്ത ജീവുള്ള ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആമുഖമായി ഓർപ്പിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. രൂത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: ഇങ്ങനെ ബോവസ് രൂത്തിനെ പരിഗ്രഹിച്ചു, അവൾ അവന് ഭാര്യയായി. അവൻ അവളുടെ അടുക്കൽ ചെന്നപ്പോൾ യഹോവ അവൾക്ക് ഗർഭം നൽകി, അവൾ ഒരു മകനെ പ്രസവിച്ചു. ശാപത്തിൽ കിടന്ന മോവാബിയ പെൺകുട്ടി ഇവിടെ ഇതാ ബേത്ലഹേമിൽ വരാനിടയായി, ബോവസിൻ്റെ വയലിൽ വരാനിടയായി, ബോവസിൻ്റെ പാദത്തിലിരിക്കാനിടയായി. ബോവസ് അവളെ സ്വന്തം ഭാര്യയായി പരിഗ്രഹിച്ചു. സ്തോത്രം. ക്രിസ്തു എന്ന പുരുഷന് നിർമ്മല കന്യകയായി വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ടവരാണ് രക്ഷിക്കപ്പെട്ട ഓരോ ദൈവവേദലും. നിങ്ങൾക്ക് മനസ്സിലായോ? ക്രിസ്തു മണവാളനും സഭ മണവാട്ടിയുമെന്നതായ ഒരു കൺസെപ്റ്റിലൂടെയാണ് ക്രിസ്ത്യൻ ലൈഫ് മുന്നോട്ട് പോകുന്നത്. കാന്തനായ ക്രിസ്തു മണവാട്ടിയാകുന്ന സഭയെ ചേർക്കാൻ വരും. ഇപ്പോൾ വിവാഹ നിശ്ചയം നടന്നിട്ടേ ഉള്ളൂ. രക്ഷിക്കപ്പെടുക എന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ദൈവമക്കൾ, അവർ ചേർന്നുള്ള സഭ, ആ സഭ ക്രിസ്തു എന്ന മണവാളനുമായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. ഇത് സിംബോളിക്കായിട്ട് പറയുന്ന ഒരു വലിയ ആത്മീയ മർമ്മമാണ്. ഇതൊരു മർമ്മമാണ്. സഭയും ക്രിസ്തുവും നമുക്കൊരുപക്ഷെ പെട്ടെന്ന് അങ്ങനെ മനസ്സിലാകില്ല. പക്ഷേ അപ്പോസ്തലനായ പൗലോസ് ഉൾപ്പെടെ അനേകം ദൈവമക്കളിൽ ഈ തിരുവചനത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്തു മണവാളനാണ്. ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ് സഭ. മണവാട്ടിയെ ചേർക്കാൻ ക്രിസ്തു വരും. കർത്താവിന് സ്തോത്രം. മധ്യാകാശത്തിൽ വെച്ച് വലിയൊരു വിവാഹം നടക്കുമെന്ന് നാം വിശ്വസിക്കുന്നു, നാം ചിന്തിക്കുന്നു. ഈ മണവാട്ടിയാകുന്ന സഭയെ കർത്താവ് സ്വന്തമായി കൂടെ കൊണ്ടു നടക്കും. സ്വന്തമായി നിത്യയുഗായുഗം ഈ മണവാളനാകുന്ന ക്രിസ്തുവിനോടൊത്ത് ഈ മണവാട്ടിയാകുന്ന സഭ വസിക്കും. അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രത്യാശ. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? രൂത്ത് അങ്ങ് മോവാബിൽ നിന്നും അമ്മാവിയമ്മയോട് പറഞ്ഞു, നിൻ്റെ ജനം എൻ്റെ ജനം, നിൻ്റെ ദൈവം എൻ്റെ ദൈവം. അങ്ങനെ അവൾ സമർപ്പിച്ചു. അവൾ അടങ്ങിയിരുന്നില്ല. അവൾ ചിന്തിച്ചു, ബേത്ലഹേമിൽ വേലയുണ്ട്. അതേ, ദൈവജനത്തിന് മഹത്വമുള്ള ദൈവിക വേലയുണ്ട്. വേല ചെയ്യേണ്ടത് ബോവസിൻ്റെ വയലിലാണ്. അവൾ അവിടെ ചെന്നു. ബോവസ് അവളോട് കരുണ കാണിച്ചു. അവൾക്ക് പ്രതിഫലം കിട്ടി. ബോവസിൻ്റെ പാദപീഠത്തിലിരുന്നു അവൾ പ്രാർത്ഥിച്ചു. ബോവസിനോട് പുതപ്പെൻ്റെ മേൽ ഇടണമേ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. ദൈവവേലയ്ക്ക് പുതപ്പ് വേണം, അഭിഷേകം വേണം, പാപമോചനം നമുക്ക് ലഭിക്കണം, നീതീകരണം ലഭിക്കണം. രക്ഷയുടെ വസ്ത്രമിട്ടുകൊണ്ട് വേണം വേല ചെയ്യുവാൻ. രക്ഷ നഷ്ടപ്പെടുത്തിയിട്ട് വേലയ്ക്ക് പോകരുത്. കർത്താവിന് സ്തോത്രം. രക്ഷയിൽ നിന്ന് നാം അത് ഒഴിവായി നിന്നിട്ട് നാം ദൈവത്തിൻ്റെ വേലയ്ക്ക് പോകരുത്. ഇതെല്ലാം വലിയ വലിയ ആത്മീയ മർമ്മങ്ങളാണ്. എന്നും ഈ പുതപ്പിൻ്റെ കീഴിലായിരിക്കണം. അത് ദൈവിക പ്രൊട്ടക്ഷനാണ്, ദൈവിക അഭിഷേകമാണ്, ദൈവിക സംരക്ഷണമാണ്. ഹല്ലേലൂയ. അവൾ അതെല്ലാം പ്രാപിച്ചു. മാത്രമല്ല, അവൾ ബോവസിന് സ്വന്തമായി തീർന്നു. യേശുവിൻ്റെ സ്വന്തമായി തീരുക, യേശുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരായി തീരുക. കർത്താവിൻ്റെ സ്തോത്രം. ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഇങ്ങനെ ബോവസ് രൂത്തിനെ പരിഗ്രഹിച്ചു, അവൾ അവന് ഭാര്യയായി. അവൻ അവളുടെ അടുക്കൽ ചെന്നപ്പോൾ യഹോവ അവൾക്ക് ഗർഭം നൽകി, അവൾ ഒരു മകനെ പ്രസവിച്ചു. പ്രിയപ്പെട്ടവരിൻ്റെ സിംബോളിക്കായിട്ടുള്ള അർത്ഥം എന്താണെന്നറിയാമോ? നാം ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മിലൂടെ അനേകർ ദൈവരാജ്യത്തിൽ ജനിക്കണം. അത്
ജഡപ്രകാരമുള്ള ജനനമല്ല. അപ്പോസ്തലനായ പൗലോസ് പറയും, ഞാൻ തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എൻ്റെ മകനായ ഒനേസിമോസ് എന്ന്. കർത്താവിന് സ്തോത്രം. അതേ, ആത്മാവിൽ മക്കളെ ജനിപ്പിക്കണം. നാം ചെയ്യുന്ന ദൈവവേല കൊണ്ട് അനേകർ ആത്മാവിൽ ജനിക്കാനിടയാകണം. ഹല്ലേലൂയ. കർത്താവിൻ്റെ വലിയ നാമത്തിൽപ്പെടട്ടെ. അത് ശ്രേഷ്ഠകരമാണ്. ഒരുപക്ഷെ വിവാഹം കഴിഞ്ഞു ജഡപ്രകാരം മക്കൾ ജനിക്കാത്ത അനേകരുണ്ട്. അങ്ങനെയുള്ളവരോട് ഞാൻ പറയാം, നിങ്ങൾക്ക് ജഡപ്രകാരം മക്കൾ കിട്ടിയില്ലേ, നിരാശപ്പെടേണ്ട. ആത്മാവിൽ മക്കളെ ജനിപ്പിക്കുക. എങ്ങനെ ജനിപ്പിക്കാൻ പറ്റും? നിങ്ങൾ ഈ ജീവനുള്ള ക്രിസ്തുവിൻ്റെ സുവിശേഷം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക, നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക. അപ്പോൾ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ സന്ദർശിക്കുകയും ആത്മാവിലൊരു ജനനം അവർക്ക് കൊടുക്കുകയും ചെയ്യും. അവർ നിങ്ങളുടെ ആത്മീക മക്കളായിത്തീരും. സ്തോത്രം. ആത്മീക മക്കൾ. ആത്മീയ മക്കളുണ്ട് ദൈവമക്കൾക്ക്. ജഡീക മക്കളുണ്ട്, ആത്മീയ മക്കളുണ്ട്. കർത്താവിന് സ്തോത്രം. ആത്മാവിൽ അനേകായിരം മക്കളെ നമുക്ക് ജനിപ്പിക്കാൻ കഴിയും. ദൈവരാജ്യത്തിൽ അനേകരെ ജനിപ്പിക്കുവാൻ നാം ചൊല്ലിക്കൊടുക്കുന്ന ചില പ്രാർത്ഥനാ വാചകങ്ങൾ കൊണ്ട്, നാം പറയുന്ന ചില സാക്ഷ്യങ്ങൾ കൊണ്ട്, നാം പറയുന്ന ചില ദൈവവചനത്തിൻ്റെ ശക്തി കൊണ്ട് അനേകർ ആത്മാവിൽ ജനിക്കാൻ ഇടയാകും. അത് ഞാൻ ഇതിനോട് ചേർത്ത് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ഇവിടെ സംഭവിച്ചത് എന്താണെന്നറിയാമോ? രൂത്ത് ആ ബോവസ് എന്ന ശ്രേഷ്ഠനായ വലിയ ധനാഢ്യനായ മനുഷ്യന് ഭാര്യയായി തീർന്നു. രൂത്തിന് ഒരു മകൻ ജനിച്ചു. അവന് ഓബേദ് എന്ന് പേരിട്ടു. ഓബേദ് ദാവീദിൻ്റെ അപ്പനായ ഇശായിയുടെ അപ്പനാണ്. അപ്പോൾ രാജകീയ പാരമ്പര്യത്തിലേക്ക് ആ കുഞ്ഞു വരികയാണ്. ദാവീദ് രാജാവിൻ്റെ അപ്പനായ ഇശായിയുടെ അപ്പനായ ഓബേദ്. നാം മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ, മത്തായിയുടെ സുവിശേഷം ആദ്യ അധ്യായത്തിൽ വംശാവലി പട്ടിക, യേശുക്രിസ്തുവിൻ്റെ വംശാവലി പട്ടിക എഴുതുമ്പോൾ അവിടെ 1-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ വംശാവലി. അബ്രഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ചു. അങ്ങനെ വംശാവലി തുടങ്ങുകയാണ്. എന്നാൽ 5-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ബോവസ് രൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു. ഓബേദ് ഇശായിയെ ജനിപ്പിച്ചു. ഇശായി ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു. ദാവീദ് ശലോമോനെ ജനിപ്പിച്ചു. അങ്ങനെ പറഞ്ഞു വന്ന് 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ മത്താൻ യാക്കോബിനെ ജനിപ്പിച്ചു. യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസേഫിനെ ജനിപ്പിച്ചു. അവളിൽ നിന്ന് ക്രിസ്തു എന്നു പേരുള്ള യേശു ജനിച്ചു. യേശുവിൻ്റെ വംശാവലി പട്ടികയിൽ അബ്രഹാമിൻ്റെ നിരയിൽ, ദാവീദ് രാജാവിൻ്റെ നിരയിൽ ആര് വന്നു? രൂത്ത് വന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒരു മോവാബിനോ അമ്മോനിനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുതെന്നുള്ള ദൈവീക കൽപ്പന മാറ്റി എഴുതപ്പെട്ടു. ആരുടെ ജീവിതത്തിൽ? രൂത്തിൻ്റെ ജീവിതത്തിൽ. ആ മോവാബിനോ അമ്മോനിനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുതെന്നുള്ള ആ വാക്ക് അങ്ങനെ തന്നെയുണ്ട്. പക്ഷേ ശാപഗ്രസ്തയായിരുന്ന രൂത്ത് അതിൽ നിന്ന് മോചനം പ്രാപിച്ച അനുഗ്രഹത്തിൻ്റെ പട്ടികയിലേക്ക് പ്രവേശിച്ചു. അതേ മാന്യ സഹോദര, പ്രിയ സഹോദരി, നിൻ്റെ കുടുംബക്കാരെല്ലാം ശാപത്തിലായിരിക്കാം. നിൻ്റെ കുടുംബത്തിൽ വലിയ ശാപം ഉണ്ടായിരിക്കാം. അതുകൊണ്ട് നീയും ശാപത്തിന് കീഴിൽ കിടക്കേണ്ട. നിനക്ക് ആ ശാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് ദൈവത്തോടും ദൈവജനത്തോടും ചേർന്ന് നിന്ന് അനുഗ്രഹത്തിൻ്റെ ഒരു പന്ഥാവിലൂടെ നിനക്കും യാത്ര ചെയ്യാം. അതാണ് ഈ സന്ദേശം കാണിക്കുന്നത്. മോവാബിൽ അന്നും ശാപത്തിലാണ്. പക്ഷേ മോവാബിയായ രൂത്ത് ശാപത്തിൽ നിന്നും മോചനം പ്രാപിച്ചു. ഒരുപക്ഷെ നിങ്ങൾ ജനിച്ച കുടുംബം, നിങ്ങൾ വളർന്ന കുടുംബം ശാപത്തിന് കീഴിലായിരിക്കാം. മകനെ, നീ യേശുവിന് വേണ്ടി ജീവിതം വേർതിരിക്കുമ്പോൾ, യേശുവിൻ്റെ രക്ഷിതാവ് കർത്താവായി നീ സ്വീകരിക്കുമ്പോൾ, യേശുവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ, യേശുവിൻ്റെ പാദത്തിലിരുന്ന് നീ ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, തലമുറകളായിട്ടുള്ള ശാപബന്ധനങ്ങളെല്ലാം അഴിഞ്ഞ് നീ മോചനം പ്രാപിക്കുകയാണ്, സ്വാതന്ത്ര്യം പ്രാപിക്കുകയാണ്. അനുഗ്രഹത്തിൻ്റെ ചാനൽ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും വംശപാരമ്പര്യത്തിലേക്ക്, സ്വർഗത്തിലെ ദൈവത്തെ അപ്പ എന്ന് വിളിക്കാനുള്ള പദവിയിലേക്ക് നീ പ്രവേശിക്കുകയാണ്. അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിലൂടെ ജാതികളിലേക്ക് വരുന്നു. അങ്ങനെ ഒരു വചനമുണ്ട്. ഹല്ലേലൂയ, കർത്താവിന് സ്തോത്രം. അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിലൂടെ ജാതികൾക്ക് വരേണ്ടതിന് ആത്മാവെന്ന ദാനം നമ്മുടെ മേൽ പകർന്നിരിക്കുന്നു. സ്തോത്രം. അതേ, അബ്രഹാമിൻ്റെ അനുഗ്രഹം ആർക്കും പകരപ്പെട്ട് കിട്ടും, ആർക്കും ലഭിക്കും. സ്തോത്രം. ആ അനുഗ്രഹം പ്രാപിപ്പാൻ നിങ്ങൾ എന്ത് ചെയ്യണം? മറ്റൊന്നും ചെയ്യേണ്ട. നിങ്ങൾ നേർച്ചകളോ കാഴ്ചകളോ വഴിപാടുകളോ ചെയ്യേണ്ട. നിങ്ങൾ തീർത്ഥയാത്രകൾ ചെയ്യേണ്ട. നിങ്ങൾ പൈസ മുടക്കണ്ട. ഒന്നേ വേണ്ടൂ, നിൻ്റെ ദൈവം എൻ്റെ ദൈവം എന്ന് രൂത്ത് പറഞ്ഞ പോലെ തീരുമാനിക്കുക. നിൻ്റെ ജനം എൻ്റെ ജനം. മരണത്തല്ലാതെ ഞാൻ നിന്നെ വിട്ടുമാറുകയില്ല. മരണം വരെയുള്ള യേശുവിനോട് ചേരുവാനുള്ള സമർപ്പണം, ദൈവജനത്തോട് ചേർന്ന് നിൽക്കാനുള്ള സമർപ്പണം, ദൈവ വേല ചെയ്യാനുള്ള സമർപ്പണം, യേശുവിൻ്റെ പാദതലത്തിലിരിക്കാനുള്ള സമർപ്പണം. അങ്ങനെ
യേശുവിൻ്റെ മണവാട്ടിയായി തീരാനുള്ള സമർപ്പണം. അത് വന്നാൽ ജീവിതം അനുഗ്രഹിക്കപ്പെടും. നിങ്ങളിലൂടെയും വൻ കാര്യങ്ങൾ ദൈവം ചെയ്യും. മോനെ, നിന്നിലൂടെ വൻ കാര്യങ്ങൾ ചെയ്യും. നിന്റെ തലമുറകൾ പലരും ശപിക്കപ്പെട്ട് കിടക്കുന്നവരാണ്. പക്ഷേ നിന്നിലൂടെ അനേകർ ദൈവം അനുഗ്രഹിക്കും. അനേകർക്ക് നീ ഒരു അനുഗ്രഹപാത്രമാകും. ഹല്ലേലൂയ. നീ അനുഗ്രഹിക്കപ്പെട്ടവരെന്ന് മറ്റുള്ളവർ പറയാനിടയാകും. നിന്റെ അടുക്കൽ വന്ന് നിന്റെ അനുഗ്രഹം എങ്ങനെ ലഭിച്ചു എന്ന് നിന്നോട് പലരും ചോദിക്കാനിടയാകും. കർത്താവിന് സ്തോത്രം. അങ്ങനെ രൂത്ത് അനുഗ്രഹിക്കപ്പെട്ടവളായി. അവളുടെ ശാപം മാറി, അവൾ അനുഗ്രഹിക്കപ്പെട്ടവളായി തീർന്നു. രൂത്തിനെ അനുഗ്രഹിച്ച ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. രൂത്തിനെ അനുഗ്രഹിച്ച ദൈവം നിങ്ങളെ ഉയർത്തും. അതിനിടയാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടണം. ആത്മീയമായി അനുഗ്രഹിക്കപ്പെടണം, ഭൗതികമായി അനുഗ്രഹിക്കപ്പെടണം, സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടണം, കുടുംബപരമായി അനുഗ്രഹിക്കപ്പെടണം, ഔദ്യോഗികമായി അനുഗ്രഹിക്കപ്പെടണം. ഇതെല്ലാമാണ് എൻ്റെ എളിയ ആഗ്രഹവും എൻ്റെ എളിയ പ്രാർത്ഥനയും. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നെങ്കിൽ നിത്യനായ ദൈവം നിങ്ങളെക്കുറിച്ച് എത്രയോ വലുതാഗ്രഹിക്കുന്നു. അതേ പ്രിയരെ, നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ ഈ അനുഗ്രഹം നഷ്ടപ്പെടുത്തരുത്. യേശുവിനെ സ്വീകരിക്കൂ. യേശുവിന് വേണ്ടി ജീവിതം വർദ്ധിക്കൂ. യേശുവിൻ്റെ വേല ചെയ്യൂ. വേലയെ സപ്പോർട്ട് ചെയ്യൂ. വേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. യേശുവിൻ്റെ പാദത്തിൽ നിങ്ങളുടെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കൂ. ഹല്ലേലൂയ. യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് യേശുവിന് വേണ്ടി ജീവിതം വർദ്ധിക്കൂ. യേശു മധ്യാകാശത്തിൽ വരുമെന്നുള്ള ആ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി നമ്മെ തന്നെ ഒരുക്കി ഒരു മണവാട്ടി മണവാളിന് കാത്തിരിക്കുന്നത് പോലെ യേശുവിൻ്റെ വരവിനായി വിശുദ്ധിയെ തികച്ച് കാത്തിരിക്കൂ. നിങ്ങളുടെ ജീവിതം ധന്യമാകും, അനുഗ്രഹിക്കപ്പെടും. അതിനിടയാകട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളോ ആത്മീയമായ ഏതെങ്കിലും സംശയങ്ങളോ നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങൾ ഞങ്ങളുമായി ഷെയർ ചെയ്യാനും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യുക. തീർച്ചയായും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സമയം വേർതിരിക്കാം, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ നിറവടിയായി അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ.